നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്ന് തന്നെ വിചാരിക്കാറ്. ഓരോ ദിവസവും എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ഇടാൻ പറ്റാറില്ല. ചിലപ്പോൾ വീഡിയോ എടുത്ത് വെച്ചതുണ്ടാവും, പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടില്ല. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇന്നലെ എന്തായാലും ഒരു വീഡിയോ ഇട്ടതാണ്, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ പുറമേലത്തെ ഒരു കാര്യവും കാണിക്കാൻ പറ്റില്ല, ഭയങ്കര മഴയാണ്. രാവിലെ മുതലേ ഭയങ്കര മഴയാണ്. അപ്പോൾ എല്ലാവരും ഇത്രയും മഴയുള്ള സ്ഥിതിക്ക് എല്ലാവരും സേഫായിട്ടിരിക്കുക, സൂക്ഷിച്ചിരിക്കുക. വഴിക്ക് വീഴാനും വെള്ളത്തിൽ വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. കുട്ടികളെ ഒന്നും പുറത്തേക്ക് വിടാതിരിക്കുക, വെള്ളക്കെട്ടുള്ളടത്തേക്കൊന്നും പോകാണ്ടിരിക്കുക. പിന്നെ മരങ്ങൾ മറിഞ്ഞു വീഴണം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം പേടിച്ചിട്ട് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സേഫായിട്ടും സൂക്ഷിച്ചിരിക്കുക, കഴിയുന്നതും പുറത്തിറങ്ങാതെ നോക്കുക. പുറത്തിറങ്ങേണ്ടവർക്ക് ഇപ്പോൾ ഇറങ്ങാതെ പറ്റില്ല, എന്നാലും എല്ലാവർക്കും ദൈവം സേഫായിട്ടുള്ളൊരു സമയം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ കുക്കിങ്ങിൻ്റെ കുറച്ച് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മഴയത്ത് മുറ്റം മൊത്തം വെള്ളം കെട്ടി നിൽക്കുക കേട്ടോ. ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തരാം. പിന്നെ നായ്ക്കൾ ആണെങ്കിൽ അകത്ത് പിന്നെ മഴ കാരണം മുറ്റത്തൊന്നും പറമ്പിലൊന്നും കിടക്കാതെ ഉമ്മർത്ത് കയറി കിടക്കുക. ചെടികൾ വലിച്ച് പുറത്തിട്ടിട്ട്, ഞാൻ പറഞ്ഞില്ല ഒരു ആമ്പൽക്കുളം ഉണ്ടെന്ന്, ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ അതിലെ ചട്ടി അടക്കം വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നായ്ക്കളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള മഴയത്ത് വേറെ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനേ നിവൃത്തിയില്ല. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ തന്നെ കുറച്ച് മാമ്പഴമുണ്ട്. പറമ്പിൽ വീണ് കിടക്കുന്ന മാമ്പഴം ഉണ്ടായിരുന്നു കാറ്റത്ത്. അതുകൊണ്ട് ഒരു മാമ്പഴ പുളിശ്ശേരി, പിന്നെ പപ്പായ ഉണ്ട്. പപ്പായ വെച്ചിട്ട് ഒരു അവിയലും കൂടിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് രണ്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. പേര് വല്ലതും വെക്കണമെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അതിനു മുമ്പ് ഞാൻ ഈ മഴയുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവിടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മുഴുവനും വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. എൻ്റെ കൃഷിയും ചെടികളൊക്കെ വെള്ളത്തിലാവുമെന്ന് എൻ്റെ പേടി. അത്ര അറ്റത്തേക്കും അങ്ങനെ വെള്ളം എത്തിയിട്ടില്ല, എന്നാലും ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ, മൊത്തം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് എല്ലായിടത്തും. ഫ്രണ്ടിൽ മാത്രം അത്ര കുഴപ്പമില്ല, നമ്മൾ ടൈൽസൊക്കെ വിരിച്ച് സേഫ് ആക്കിയത് കൊണ്ട് ഫ്രണ്ടിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയാണ് മഴയുടെ സ്ഥിതി. ഇത് കഴിയുമ്പോൾ എൻ്റെ പച്ചക്കറിയും ചെടികളും കൃഷിയൊക്കെ എത്രത്തോളം ബാക്കി ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്കിനി കുക്കിങ്ങിലേക്ക് പോവാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മാമ്പഴവും, ഇവിടെ വീണ് കിട്ടിയ മാമ്പഴമാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് പറിച്ച ഒരു പപ്പായയാണ്. ഇത് രണ്ടുമാണ് ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങൾ. ഞാൻ ഇതൊക്കെ മുറിച്ച് ശരിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ മാമ്പഴവും പപ്പായയും മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാമ്പഴം ഞാൻ 4 എടുത്തിട്ടുള്ളൂ. 2-3 നല്ലോണം പഴുത്തിട്ടുള്ളൂ. മറ്റേത് കുറച്ച് ചെനച്ച പാകമായിട്ടുള്ളൂ. എന്നാലും വെന്ത് കഴിയുമ്പോൾ ശരിയായിക്കോളും. നമുക്ക് ശർക്കരയൊക്കെ ഇട്ടിട്ട് നല്ലോണം വേവിച്ച് ഉടച്ച് കഴിഞ്ഞാൽ നല്ല മാമ്പഴ പുളിശ്ശേരിയാക്കാൻ പറ്റും. പിന്നെ പപ്പായ ഞാനൊരു വലിയ പപ്പായ ആയിരുന്നു, പകുതി എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ടൊന്ന് ചുവപ്പ് വെച്ചിട്ടുണ്ട്, മധുരം വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ അവിയലുണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാം. രണ്ടും കൂടെ ഒന്നിച്ച് അടുപ്പത്ത് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും അറിയണതായിരിക്കും, എന്നാലും ഞാൻ ഇന്നത്തെ വിഭവങ്ങൾ കാണിക്കുന്ന കൂട്ടത്തിലൊന്നും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് മാമ്പഴം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നാടൻ മാമ്പഴം ആയതുകൊണ്ട് നമ്മൾ വാങ്ങണ മാമ്പഴം പോലെ ഇതങ്ങനെ അങ്ങോട്ട് ജ്യൂസി ആയിട്ട് കിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഇവിടുത്തെ നാട്ടുമാങ്ങയാണ്, മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങയല്ല ഇത്. അതുകൊണ്ടാണ് ഇതിന് കാണുമ്പോൾ ഇങ്ങനെയുള്ളത്. പക്ഷേ ഇതുകൊണ്ടും നമുക്ക് ഉണ്ടാക്കാം, ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പവും വരില്ല. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ 2 വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മാമ്പഴം കുറച്ച് പുളിയുള്ള മാമ്പഴമാണ്, മധുരവും പുളിയും ഒരുപോലെ നിൽക്കുന്ന മാമ്പഴമാണ്. അപ്പോൾ നമ്മൾ മധുരം കുറച്ചധികം പുറമേ നിന്ന് ഇട്ട് കൊടുത്താലേ നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ മാമ്പഴത്തിൽ എരിവ് പിടിക്കാനായിട്ട് കുറച്ച് മുളക് പൊടി ആദ്യം ഇട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫാക്കും ഒരു തള വരുമ്പോഴത്തേക്ക്. അപ്പോൾ മാമ്പഴത്തിലേക്ക് എരിവ് പിടിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ മാങ്ങയിൽ പിടിക്കാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് അവസാനം തേങ്ങ ചേർത്തതിൻ്റെ ശേഷം
പാകമാണോ നോക്കിയിട്ട് ശരിയാക്കാം. ഇനി നമുക്കത് മൂടി വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് ഒന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് വയ്ക്കാം. ഞാൻ രാവിലെ എപ്പോഴും കറണ്ട് പോകണതുകൊണ്ട് ഞാൻ ഇതിനുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ, മുളക് പൊടി, കുറച്ച് കുരുമുളക്, കുറച്ച് ജീരകം. കുരുമുളകും ജീരകമൊക്കെ കുറേശ്ശെ മതി കേട്ടോ. കുരുമുളക് അധികം ഇടരുത്. മുളക് പൊടിയും കൂടി ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ കൂട്ടാൻ എരിവ് അധികമാവും. പിന്നെ 2 കരിവേപ്പിലയും കൂടെ കൂട്ടിയിട്ട് നല്ലോണം അരച്ച് വെച്ചിട്ടുണ്ട് രാവിലെ. പിന്നെ ഞാൻ അവിയലിലുള്ള തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാനത് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് തേങ്ങയും ജീരകവും കുരുമുളകും മുളക് പൊടിയും കൂടി അരച്ച് വെച്ചതാണ്, കരിവേപ്പിലയും കൂടിയിട്ട്. നമുക്കിത് വേകുമ്പോൾ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് മോരിൻ്റെ ആവശ്യം കൂടി നമുക്കുണ്ട്. ഇത് നന്നായിട്ട് വെന്തുടയട്ടെ. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മാങ്ങയൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ ശർക്കര അതിൽ ശരിക്കും പിടിക്കുള്ളൂ. ശർക്കരയൊക്കെ നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. കുറച്ച് ദശ കട്ടിയുള്ള മാങ്ങയാണിത്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കണം. അല്ലെങ്കിൽ ശരിക്കും ഇതിങ്ങനെ മാമ്പഴക്കൂട്ടാൻ്റെ മാമ്പഴമാണെങ്കിൽ ശരിക്കും അലിഞ്ഞ് പോണ പോലെ ഉണ്ടാവും. ഒരു 10 മിനിറ്റോളമായി മാമ്പഴം തിളയ്ക്കുന്നു. അപ്പം മാമ്പഴമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ചെറിയ മാമ്പഴമാണ് ശരിക്കും പറഞ്ഞാൽ മാമ്പഴക്കൂട്ടാൻ നല്ലത് കേട്ടോ. നാട്ടുമാങ്ങ തന്നെ ചെറുത്, ഇത് കുറച്ച് വലിയ മാങ്ങയാണ്. എന്നാലും ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല. ഞാനിത് കിട്ടിയത് കൊണ്ട് ഇതുകൊണ്ട് ഉണ്ടാക്കി കാണിക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ അരച്ച് വെച്ച തേങ്ങയാണ്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് അധികം വെള്ളം ആക്കണ്ട, കുറച്ച് മോരും കൂടെ ഒഴിക്കാനുള്ളതാണ്. ഇവിടെയുള്ള മോര് നല്ല പുളിയുള്ള മോരാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. തേങ്ങ ചേർത്താൽ പിന്നെ അധികം തിളപ്പിക്കണ്ട. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പ് പാകമാണ്. ഇനി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞ് മോരൊഴിക്കുക, പിന്നെ ഒരു വറവിടുക. നമ്മൾ കൂട്ടാൻ നല്ലോണം തിളച്ചു. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മോരൊഴിക്കാം, പിന്നെ വറുത്തിട്ട് കൊടുക്കാം. ഈ ചൂടൊന്ന് കുറയാനാണ് നമ്മൾ മോരൊഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണത്. ഈ ചൂടോടുകൂടി മോരൊഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ കട്ടയും വെള്ളമാവും, മോര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം മോരൊഴിക്കാവും. ഇപ്പോൾ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. തണുത്തല്ല, വലിയ ചൂട് പോയിട്ടുണ്ട്. നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ മോരിൻ്റെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് എത്ര പുളി വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മോരൊഴിച്ച് കൊടുക്കണം കേട്ടോ. കൂട്ടാൻ ഈ കളറ് വന്നത് എന്താ വെച്ചാൽ ശർക്കരയ്ക്ക് കുറച്ച് കളറ് കൂടി ശർക്കരയായിരുന്നല്ലോ, കുറച്ച് കറുത്ത ശർക്കരയായിരുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല ഓറഞ്ച് കളറിൽ വന്നിരുന്നത്. ഇനി നമുക്ക് വറവിട്ട് കൊടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 മണി ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉണക്കമുളകും കരിവേപ്പിലയും. നമ്മുടെ നാടൻ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്.
ഇത് നമുക്ക് അവിയൽ ഉണ്ടാക്കാം. ഇപ്പം അടുപ്പ് കത്തിച്ചു. പപ്പായ പോലെ ചെറുതാക്കി നുറുക്കി നേരത്തെ കാണിച്ചു തന്നല്ലോ, നുറുക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാം. കട്ടി അവിയലാണ്, അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. വെന്തില്ലെങ്കിൽ നമുക്ക് അപ്പം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ആദ്യമേ കുറേ വെള്ളം ഒഴിച്ചാൽ പിന്നെ അത് വറ്റിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും അവിയൽ നല്ലൊരു കളർ കിട്ടാൻ കുറച്ച് മുളക് പൊടി. നമ്മൾ തേങ്ങയുടെ കൂടെ പച്ചമുളക് ചതച്ചിട്ടുണ്ട്, നോക്കിയിട്ടേ മുളക് പൊടി ഇടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ ചേർത്തിട്ട് നമുക്ക് പാകാക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പപ്പായൊക്കെ ഒരു പകുതി മുക്കാലോളം വേവായിട്ടുണ്ട്. ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് പച്ച മാങ്ങയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ട് അതൊഴിച്ചാലും മതി. പിന്നെ കളറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മോര് എന്തായാലും അവസാനം ഒഴിക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ മോരും പുളിയും അല്ലെങ്കിൽ മോരും മാങ്ങയും ഇത് രണ്ടെണ്ണം എന്തായാലും ചേർത്തിരിക്കണം, എന്നാലേ ടേസ്റ്റ് മുഴുവനായിട്ട് കിട്ടുള്ളൂ. മോര് ചേർക്കുന്നത് ആ പ്രത്യേക ഒരു ടേസ്റ്റ് അവിയലിന് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് മോര് ചേർക്കുന്നത്. മോര് എന്തായാലും ചേർക്കണം. അല്ല കട്ട തൈര് ഉണ്ടെങ്കിൽ നിങ്ങൾ തൈരൊന്ന് ഉടച്ചിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. പുളിക്കനുസരിച്ച് രണ്ടും ബാലൻസ് ചെയ്ത് ചേർക്കുക. അപ്പോൾ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മോര് ഇതിൽ ഒഴിക്കുന്നുള്ളൂ. തൈര് ഇവിടെ ഇരിപ്പില്ല, മോരേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഈ മാങ്ങ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ചേർത്തതിന് ശേഷം കുറച്ച് മോരൊഴിക്കാം. ഈ മാങ്ങ വേവാൻ വേണ്ടിയിട്ട് ഇനി അധികം വെള്ളം വേണ്ട, മാങ്ങ വേഗം വെന്തോളും. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് മാങ്ങ വെന്തോ നോക്കാം. അപ്പം മാങ്ങ നന്നായിട്ട് വെന്തു. ഇത് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി ചതച്ച് വെച്ചതാണ്. എന്താ മണം അവിയലിൻ്റെ, നല്ല മണം വരുന്നുണ്ട്. വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട. ഇനി മോരൊഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാവും. തീ നമുക്ക് സിമ്മിലേക്ക് ആക്കി കൊടുക്കാം. നമ്മൾ ഇതേ ചൂടിൽ തന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല പച്ച കരിവേപ്പില ധാരാളം ഇട്ട് കൊടുക്കുക. അതാണ് അവിയലിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും വാസനയൊക്കെ. ഈ ചട്ടി ആയതുകൊണ്ട് കുറച്ച് അടി പിടിക്കുന്ന പോലെ ഉണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്താലും ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമുക്ക് ഈ തേങ്ങ ഒന്ന് പച്ചമണം മാറാനായിട്ട്. നിങ്ങൾ അടി പിടിക്കാത്ത നോൺ സ്റ്റിക്കിലോ വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് തീ കെടുത്തുന്നതിന് മുന്നേ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തേങ്ങ ചൂടാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ മൺചട്ടി ആയതുകൊണ്ടാണ് ആദ്യമേ ഓഫ് ചെയ്തത്. ഈ ചൂടിൽ തന്നെ തേങ്ങ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. തേങ്ങ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മോരൊഴിച്ച് കൊടുക്കുകയാണ്. തൈരാണ് ശരിക്കും വേണ്ടത്. എൻ്റെ കയ്യിൽ തൈരില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മോരൊഴിക്കുകയാണ്.
നല്ല കട്ടി തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല കട്ടി അവിയൽ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയാണ് ഇതിൻ്റെ, പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും, അതാണ് അവിയലിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിയൽ റെഡിയായി. നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ ഊണൊക്കെ റെഡിയായി, നിങ്ങൾ കഴിക്കാൻ പോവാണ്. പ്രസാദത്തൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഈ പപ്പായ കൊണ്ട് അവിയൽ ഉണ്ടാക്കുന്നത്. അതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയൂ. ഇതിട്ടെ മാമ്പഴം മരമാങ്ങ വേണോ, ഈത്തപ്പഴം നോക്കിയിട്ട് പറയും. ഇത് ഞാൻ ഉണ്ടാക്കി കേട്ടോ ഇവിടെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറ്. മോള് വന്നപ്പോൾ കുറച്ച് ഈത്തപ്പഴം കൊണ്ടുണ്ടായിരുന്നു, അത് തിന്നാൽ തീരില്ല. അപ്പോൾ ഞാനത് കുറച്ച് അച്ചാറാക്കി വെച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെയാ, മാങ്ങയും പപ്പായ മാത്രമാണ്. മാങ്ങിൻ്റെ പുളിയില്ലേ, പുളി മാങ്ങ മാത്രമേ കുറച്ച് മോര് പപ്പടം കട്ടെ. മാമ്പഴം നമ്മൾ ഇന്നലെ ഇവിടുന്ന് പറിച്ച മാങ്ങ നമ്മളവിടെ പൊട്ടിച്ച മാങ്ങിയ വേണ്ട. മാമ്പഴ പുളിശ്ശേരിക്ക് പറ്റിയ മാങ്ങയല്ല, എന്നാലും കൂട്ടുകളൊക്കെ റെഡി ആകുമ്പോൾ ശരിയായിക്കോളും തന്നെ ഉണ്ട്. പഴം ആവുന്നേ ഉള്ളൂ, പഴത്തെ പുളിയുണ്ട്. സാധാരണ അതിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട്. ഇതിൽ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അല്ലേ. അപ്പം എല്ലാവരും പപ്പായ കിട്ടുകയാണെങ്കിൽ പച്ച പപ്പായ കിട്ടുകയാണെങ്കിൽ ഒരുപാട് അവിയലുണ്ടാക്കി നോക്കുക. പിന്നെ ഏത് മാമ്പഴം കൊണ്ടായാലും നമുക്ക് ശർക്കര ഇട്ടിട്ട് ഈ കൂട്ടുകളൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ അസൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ അല്ലേ, കഴിച്ചു നോക്കൂ, നന്നായിരുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ബൈ.